ബഹുമാന്യരായ കക്കോടിമുക്ക് നിവാസികളെ, കാരുണ്യത്തിന്റെയും സേവനത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും ആഘോഷമായ സ്നേഹാമൃതം 2025 ഇവിടെ ഒത്തുകൂടി നിങ്ങൾക്കെല്ലാവർക്കും ഊഷ്മളമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പരിപാടി എന്ന നിലയ്ക്ക് മാത്രമല്ല, ഒരു പ്രസ്ഥാനത്തോടൊപ്പം, ഒരു ദൗത്യത്തോടൊപ്പം യഥാർത്ഥ സാമൂഹിക ഉത്തരവാദിത്വം എങ്ങനെയായിരിക്കുമെന്ന് പ്രവർത്തിക്കുന്ന ഉദാഹരണത്തോടൊപ്പം നിൽക്കാനും വേണ്ടി ഒത്തുചേരുന്നു. ഈ ഒത്തുചേരലിന് പിന്നിലെ ഹൃദയമിടിപ്പ് സ്നേഹാമൃതം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാൻ രതീഷ് സാറിനെയും ടീമിനെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. 1.5 വർഷത്തെ നിസ്വാർത്ഥ സേവനത്തിലൂടെ കേരളത്തിലുടനീളമുള്ള എണ്ണമറ്റ കുടുംബങ്ങൾക്ക് പ്രത്യാശയുടെ ഒരു ദീപസ്തംഭമായി സ്നേഹാമൃതം ചാരിറ്റബിൾ ട്രസ്റ്റ് മാറിയിരിക്കുന്നു. ആരും വിശന്നുറങ്ങുന്നില്ലെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ദരിദ്ര കുടുംബങ്ങൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നത് ട്രസ്റ്റ് തുടരുന്നു. ആരോഗ്യ സംരക്ഷണം ലഭ്യമാകുന്നത് വർദ്ധിച്ചു വരുന്ന ഒരു ആശങ്കയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് സ്നേഹാമൃതം മുന്നിട്ടിറങ്ങിക്കൊണ്ട് കേരളത്തിലുടനീളമുള്ള പ്രധാന ജംഗ്ഷനുകളിൽ വളരെ കുറഞ്ഞ വിലയ്ക്ക് ജീവൻ രക്ഷാ മരുന്നുകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല, എല്ലാ ജില്ലകളിലും സൗജന്യമായി 30 ആംബുലൻസുകൾ വീതം പ്രവർത്തിപ്പിക്കാൻ ട്രസ്റ്റ് ശ്രമത്തിലാണ്. വൈകാരികവും സാമ്പത്തികവുമായ പോരാട്ടം നേരിടുന്ന ക്യാൻസർ രോഗികൾക്ക് ആവശ്യമായ പിന്തുണ നൽകുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതി നടപ്പാക്കാനുള്ള ഊർജ ശ്രമത്തിലാണ് ട്രസ്റ്റ് ഇപ്പോൾ. ഇതെല്ലാം ഒറ്റപ്പെട്ട കാരുണ്യ പ്രവൃത്തികളല്ല, അവ വലിയൊരു ദർശനാത്മക ദൗത്യത്തിന്റെ ഭാഗമാണ്. ഇന്ന് സ്നേഹാമൃതം 2025 പരിപാടിയിലൂടെ ജീവിതത്തിന്റെ എല്ലാ തുറകളിലെയും ആളുകളെ അംഗീകരിക്കുകയും ഉയർത്തുകയും ചെയ്യുന്ന പാരമ്പര്യം ട്രസ്റ്റ് തുടരുന്നു. നമ്മുടെ അതിർത്തികൾ സ്വന്തം ജീവൻ പണയം വെച്ച് സംരക്ഷിക്കുന്ന ധീരരായ സൈനികർ, നമ്മുടെ അടിസ്ഥാന ആരോഗ്യ സംവിധാനത്തിന്റെ നട്ടെല്ലായ ആശാപ്രവർത്തകർ, കുഞ്ഞുങ്ങളുടെ ഭാവി രൂപപ്പെടുത്തുന്ന അധ്യാപകർ, അതേപോലെ +1 +2 2024-25 അധ്യയന വർഷങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നു. അർഹരായ കുടുംബങ്ങൾക്ക് അവശ്യ ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്യുന്നു. പ്രോത്സാഹനത്തിന്റെ അടയാളമായി ആശാപ്രവർത്തകർക്കും മികച്ച വിദ്യാർത്ഥികൾക്കും ക്യാഷ് അവാർഡുകൾ നൽകുകയും ചെയ്യുന്നു. സ്നേഹാമൃതം 2025 വെറും ഒരു പരിപാടിയല്ല, അന്തസ്സോടെയും സാമൂഹിക ഉത്തരവാദിത്വത്തോടെയും മറ്റുള്ളവരെ സേവിക്കുക എന്നതാണ് ഏറ്റവും വലിയ പുണ്യകർമ്മം. സ്നേഹാമൃതം ചാരിറ്റബിൾ ട്രസ്റ്റിനും ഈ മഹത്തായ ലക്ഷ്യത്തിന് പിന്നിൽ നിൽക്കുന്ന ഓരോ സന്നദ്ധ പ്രവർത്തകർക്കും, ദാതാക്കൾക്കും, അഭ്യുദയകാംക്ഷികൾക്കും വേണ്ടി നമുക്ക് ഒരു വലിയ കയ്യടി. സ്നേഹാമൃതം 2025 പങ്കെടുക്കാൻ ഇവിടെ ഒത്തുകൂടിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ ആത്മാവിനോട് ആഴത്തിൽ പ്രതിധ്വനിക്കുന്ന, ജീവിക്കുന്ന ഒരു ഇതിഹാസത്തെ ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിപ്പാടിനെ ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടെയും ആദരവോടെയും സ്വാഗതം ചെയ്യുന്നു. പതിറ്റാണ്ടുകളായി അദ്ദേഹത്തിന്റെ വാക്കുകളും ഈണങ്ങളും മലയാള സിനിമയെ സമ്പന്നമാക്കി. ഗാനരചയിതാവ്, സംഗീത സംവിധായകൻ, ഗായകൻ, നടൻ, സംവിധായകൻ എന്നീ പദവികൾക്കപ്പുറം ശ്രീ കൈതപ്രം സാർ എല്ലാറ്റിനുമുപരി ഒരു അധ്യാപകൻ, ഒരു വഴികാട്ടി, ഒരു മനുഷ്യസ്നേഹി എന്നീ നിലകളിൽ പ്രശസ്തനാണ്. സംഗീത ചികിത്സയുടെ ശക്തിയിലൂടെ രോഗശാന്തിയും നിരവധി മാനുഷിക ശ്രമങ്ങളിലൂടെ പ്രത്യാശയും കൊണ്ടുവന്ന വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സംഭാവനകൾ ദശലക്ഷക്കണക്കിന് ആളുകളുടെ സ്നേഹവും പത്മശ്രീ ഉൾപ്പെടെ എണ്ണമറ്റ അവാർഡുകളുടെ ബഹുമതിയും അദ്ദേഹത്തിന് നേടിക്കൊടുത്തു. എന്നിരുന്നാലും ഒരു യഥാർത്ഥ കലാകാരന് മാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്ന എളിമയും സ്നേഹവും അദ്ദേഹം വഹിക്കുന്നു. ഇന്ന് അദ്ദേഹം ഈ വേദിയിൽ എത്തുമ്പോൾ നമ്മൾ ഒരു മഹാനായ സംഗീതജ്ഞന്റെ സാന്നിധ്യത്തിലല്ല, മറിച്ച് സ്നേഹാമൃതത്തിന്റെ, സ്നേഹത്തിന്റെ, അമൃതിന്റെ ആത്മാവിന് സാക്ഷി വഹിക്കുന്ന ആഴത്തിൽ കാരുണ്യമുള്ള ഒരു മനുഷ്യന്റെ സാന്നിധ്യത്തിലാണ്. അദ്ദേഹത്തെ ശ്രീ കൈതപ്രം ദാമോദര സാറിനെ ഹൃദയംഗമമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇരുട്ടിലൊരു വെളിച്ചം, പ്രത്യാശയുടെ ഒരു ജ്വാല, ഒരു ജ്വലിക്കുന്ന തീപ്പൊരി, ഒരു ജീവാത്മാവിലും ഞങ്ങൾ, ഒരു വിശ്വാസം, ഒരു സ്വപ്നം, എല്ലാവരോടും സ്നേഹം. സ്നേഹാമൃതം, സ്നേഹാമൃതം, സ്നേഹാമൃതം,
ഉണ്ട്. കാലത്തിന്റെ ശുദ്ധമായ ദയയുടെ ഒരു തീക്കനൽ, സ്നേഹാമൃതം സ്നേഹത്തോടെ, സ്നേഹാമൃതം സ്നേഹാമൃതം. സേവിക്കാൻ, സുഖപ്പെടുത്താൻ, ദുർബലരെ ഉയർത്താൻ, സ്നേഹാമൃതം സ്നേഹാമൃതം. ഓരോ കൈയും ഓരോ ആത്മാവും ദയയുടെ കഥയാണ്. സ്നേഹാമൃതത്തിന്റെ സ്നേഹം, സ്നേഹാമൃതത്തിന്റെ സ്നേഹം. സ്നേഹാമൃതം 2025. അടുത്തതായി വേദിയിൽ ആദരിക്കൽ ചടങ്ങാണ്. നമ്മുടെ മുഖ്യ അതിഥിയും പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ നമ്മുടെ പ്രിയങ്കരനായ ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിപ്പാടിനെ ആദരിക്കുന്നത് സ്നേഹാമൃതം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കോഴിക്കോട് മാനേജരായ ശ്രീ ആദർശാണ്. സ്നേഹാമൃതം ഞങ്ങളുടെ കൈകൾ വിശാലമായി തുറന്നിരിക്കുന്നു. അടുത്തതായി വേദിയിൽ നമ്മുടെ മുഖ്യാതിഥിയായ ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിപ്പാടിന് പുരസ്കാരം നൽകുന്ന ചടങ്ങാണ്. സാറിന് പുരസ്കാരം നൽകുന്നത് സ്നേഹാമൃതം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ശ്രീ രതീഷ് സാറാണ്. സാറിന് വളരെ അത്യാവശ്യമായി തലസ്ഥാന നഗരിയിലേക്ക് പോകേണ്ടി വന്നതിനാൽ സാറിൻ്റെ അഭാവത്തിൽ നമ്മുടെ സ്നേഹാമൃതം തൃശ്ശൂർ മാനേജർ ശ്രീ സുനിൽ സാർ ഈ ഒരു കർമ്മം നിർവഹിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. സാറിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇരുട്ടിലൊരു വെളിച്ചം, പ്രത്യാശയുടെ ഒരു ജ്വാല, ഒരു ജ്വലിക്കും. ഹലോ പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ സൈനികരെ ആദരിക്കുക എന്നുള്ള സംഭവത്തിലാണ്. വാസ്തവത്തിൽ എല്ലാ ദിക്കിലും ഉണ്ടാവേണ്ടതാണെങ്കിലും വളരെ ഇതുപോലുള്ള മനുഷ്യ പറ്റുള്ള ആൾക്കാരുടെ ചില ദിക്കിലും മാത്രമേ ഇതൊക്കെ നടക്കാറുള്ളൂ. തീർച്ചയായിട്ടും കക്കോടിക്ക് അഭിമാനകരമായ ഈ ട്രസ്റ്റിൻ്റെ വർക്കുകൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഈ സംരംഭം വളരട്ടെ, ഇനിയും വളരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പ്രിയപ്പെട്ട മണിലാലിന് ആയിട്ട് എനിക്ക് പരിചയപ്പെടാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. മണിലാലിൻ്റെ വഴിയിലാണ് ഞാൻ കൂടെ വന്നത്. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ ഈ ട്രസ്റ്റിൽ സജീവമായിട്ടുണ്ടാവുകയും എല്ലാവർക്കും ഉള്ള ആദരം അർപ്പിക്കാനുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാരുണ്ടാവുകയും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടിട്ടുള്ള മനോഹരമായിട്ടുള്ള ഇത് രൂപങ്ങൾ ഞാൻ കണ്ടു. ശരിക്ക് വിശിഷ്ട ആയിട്ടുള്ള നമ്മുടെ സേവനം ചെയ്തുള്ള മനുഷ്യർക്ക് കൊടുക്കാനുള്ള ഈ രൂപങ്ങൾ, ശില്പങ്ങൾ മനോഹരമായിട്ടുണ്ട്. ഞാൻ അതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരെയൊക്കെ ആദരിക്കുന്നു, അവരെയൊക്കെ ഞാൻ ആശംസിക്കുന്നു. എങ്ങനെ ഞാൻ ഉറക്കേണ്ടു, എങ്ങനെ ഞാൻ ഉണർത്തേണ്ടു, എൻ മനസ്സിൻ അലീലയിൽ പള്ളി കൊള്ളും കണ്ണനുണ്ണി. എനിക്കെപ്പോഴും പറയാനുള്ളതാണ്. കാരണം നിങ്ങളൊക്കെ എൻ്റെ ഹൃദയത്തിലുണ്ട്, എൻ്റെ മനസ്സിലുണ്ട് എൻ്റെ കണ്ണൻ. അതുകൊണ്ട് അവനെ എനിക്ക് ഉറക്കാനും ഉണർത്താനും കഴിയില്ല. അവരെപ്പോഴും ഓടിയും ഉണർന്നും എൻ്റെ മനസ്സിൽ കഴിയുന്നു. അതേപോലെ മനുഷ്യ സ്നേഹം എന്ന് പറയുന്നതും ഹൃദയത്തിലുണ്ടാവേണ്ടതാണ്. നമുക്ക് പുറത്ത് കാണിക്കാൻ പോലും പറ്റാത്ത അത്ര സജീവമായ ശക്തമായ ഒരു സാന്നിധ്യമാണ് മനുഷ്യസ്നേഹം. മനുഷ്യസ്നേഹത്തിൻ്റെ ഈ പ്രതിരൂപമായ ട്രസ്റ്റിൻ്റെയും ഈ ചടങ്ങിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം.
ശ്രീ ബിജു രവീന്ദ്രൻ ഇത്തിത്തറ അചഞ്ചലമായ നിശ്ചയദാർഢ്യത്തിനും സൃഷ്ടിപരമായ വൈഭവത്തിനും മനുഷ്യ ചൈതന്യത്തിന്റെ ശക്തിക്കും സാക്ഷ്യം വഹിക്കുന്ന ജീവിത കഥ. ഈ ഒരു മനുഷ്യനെ ആദരിക്കുന്നതിനായി നാം ഇന്നിവിടെ ഒത്തുകൂടുന്നത് അത്യധികമായ അഭിമാനത്തോടും ബഹുമാനത്തോടും കൂടിയാണ്. ധൈര്യം, സ്ഥിരോത്സാഹം, ലക്ഷ്യബോധം എന്നിവയാൽ പ്രതിധ്വനിക്കുന്ന ഒരു പേര് ശ്രീ ബിജു രവീന്ദ്രൻ ഇത്തിത്തറയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. 2013 തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലെ ആലാഗോപുരത്തിലെ മുഴുവൻ ആളുകളും ഒരു പുഴ മൂലം ചുറ്റപ്പെട്ടപ്പോൾ ബിജു സാർ ധീരവും നിസ്വാർത്ഥവുമായ നിലപാടിൽ സ്വീകരിച്ചു. 7 ദിവസത്തെ നിരാഹാര സമരം നടത്തി ഒറ്റപ്പെട്ട പ്രദേശത്തെ ബന്ധിപ്പിക്കുന്നതിന് ഒരു പാലം നിർമ്മിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. വ്യക്തിപരമായ നേട്ടമായിട്ടല്ല, മറിച്ച് അനുകമ്പയും തന്റെ ജനങ്ങളോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയുമാണ് അദ്ദേഹത്തിന്റെ പ്രതിഷേധത്തിന് കാരണമായി. അധികാരികൾ നടപടിയെടുക്കാൻ നിർബന്ധിതരായി. പാലം നിർമ്മിക്കപ്പെട്ടു. ഇതെല്ലാം ഒരു മനുഷ്യൻ കാരണം. അദ്ദേഹത്തിന്റെ ധൈര്യത്തിന് നന്ദി. പക്ഷേ അദ്ദേഹത്തിന്റെ യാത്ര അവിടെ അവസാനിച്ചില്ല. 2016 അദ്ദേഹം തന്റെ സർഗാത്മക ഊർജ്ജങ്ങളെ വെള്ളിത്തിരയിലേക്ക് തിരിച്ചു. ആകാശമില്ലാത്ത പറവകൾ എന്ന സിനിമയുടെ രചനയും സംവിധാനവും നിർവഹിച്ചു. അത് അദ്ദേഹത്തിന്റെ കലാപരമായ ആഴവും കഥപറച്ചിലിന്റെ കാഴ്ചപ്പാടും വിളിച്ചോന്നി. പക്ഷേ ജീവിതം അദ്ദേഹത്തെ വീണ്ടും പരീക്ഷിച്ചു. 2017 തന്റെ 2ാമത്തെ ചിത്രത്തിനായി ഇത് മുന്നോട്ട് പോകുന്നതിനിടെ ബിജു സാറിന് ഒരു വിനാശകരമായ വാഹനാപകടം സംഭവിച്ചു. അദ്ദേഹത്തിന്റെ ഒരു കാൽ നഷ്ടപ്പെട്ടു. പലരും അത്തരമൊരു ദുരന്തത്തോടെ ജീവിതം അവസാനിച്ചതായും കരുതും. എന്നാൽ ബിജു രവീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അത് അദ്ദേഹത്തിന്റെ അസാധാരണമായ യാത്രയിലെ മറ്റൊരു അധ്യായം മാത്രമായിരുന്നു. അഗാധമായ ആത്മവിശ്വാസത്തോടും ദൃഢനിശ്ചയത്തോടും കൂടി അദ്ദേഹം വീണ്ടും ഉയർന്നു. ഒരാളുടെ ആത്മാവ് ശാരീരിക പരിമിതികളാൽ ഒതുങ്ങേണ്ടതില്ല എന്നതിന്റെ ജീവിക്കുന്ന ഉദാഹരണമായി. ഒരിക്കലും വീഴാതിരിക്കുക എന്നതല്ല മഹത്വം, മറിച്ച് നമ്മൾ വീഴുമ്പോഴെല്ലാം ഉയരുക എന്നതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം കണ്ടുമുട്ടുന്ന എല്ലാവരെയും അദ്ദേഹത്തിന്റെ ജീവിതം പ്രചോദിപ്പിക്കുന്നു. ഇന്ന് സ്നേഹാമൃതം 2025 നമ്മൾ ആഘോഷിക്കുന്നത് വെറും ഒരു മനുഷ്യനെയല്ല, മറിച്ച് പ്രത്യാശയുടെയും പ്രതിരോധശേഷിയുടെയും പോസിറ്റീവ് മാറ്റത്തിന്റെയും ഒരു പ്രസ്ഥാനത്തെയാണ്. നമുക്കെല്ലാവർക്കും പ്രചോദനത്തിന്റെ ദീപസ്തംഭമായ ശ്രീ ബിജു രവീന്ദ്രൻ ഇത്തിത്തറയെ ഹൃദയംഗമമായ ഒരു കയ്യടിയോടെ ആദരിക്കാം. ശ്രീ ബിജു രവീന്ദ്രൻ ഇത്തിത്തറ അദ്ദേഹത്തെ ആദരിക്കുന്നത് പ്രശസ്ത സംഗീതജ്ഞൻ ശ്രീ കൈതപ്രം ദാമോദരൻ. ശ്രീ ബിജു രവീന്ദ്രൻ സാറിന് പുരസ്കാരം നൽകുന്നത് സ്നേഹാമൃതം ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ മാനേജറായ ശ്രീ സുനിൽ സാർ. ഹൃദയങ്ങളുടെ വിശ്വാസം യഥാർത്ഥമായ ഒരു ജ്വാല. സ്നേഹാമൃതം സ്നേഹത്തോടെ ബഹുമാന്യരായ കക്കോടി മുക്ക് നിവാസികളെ, വേദിയിലിരിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ സംഗീത സംവിധായകൻ കൈതപ്രം ദാമോദരൻ സാറ്, അതുപോലെ തന്നെ വേദിയിൽ ഉപേക്ഷിച്ചായിട്ടിരിക്കുന്ന സ്നേഹാമൃതം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ജനറൽ മാനേജർ സുനിൽ, അതുപോലെ തന്നെ കക്കോടിമുക്ക് ബ്രാഞ്ച് മാനേജർ ആദർശ്, ബാക്കി ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സൈനികർ, അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ 2 ദിവസം മുമ്പ് ഒരു വാർത്ത കണ്ടിരുന്നു. അതിൽ ഗാസ, അവിടെ യുദ്ധം നടക്കുകയാണ്. അവിടെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റിന് കൊടുക്കേണ്ട വില എത്രയാണെന്ന് അറിയാമോ? 2400 രൂപയാണ് ഒരു പാക്കറ്റ്. നമ്മളിവിടെ 10 രൂപയ്ക്ക് വാങ്ങിക്കുന്ന ബിസ്ക്കറ്റിന് കൊടുക്കേണ്ട വില. അതായത് ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകും എന്നതിന് ഉത്തമ ഉദാഹരണമാണത്. അപ്പോൾ നമ്മളുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ഇവിടത്തെയും സ്ഥിതി വലിയ മോശമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത്തരം യുദ്ധങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിർത്തിയിലും മറ്റു സൈനിക മേഖലകളിലും വളരെ ആത്മാർത്ഥമായി ധീരതയോടെ സ്വന്തം ജീവിതം പോലും പണയം വെച്ച് പൊരുതുന്ന, പ്രവർത്തിക്കുന്ന, രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇവിടെ സന്നിഹിതരായിട്ടുള്ള
നമ്മുടെ ധീര ജവാന്മാർക്ക് ആദ്യമായി ഒരു സല്യൂട്ട് നൽകട്ടെ. അതിനുവേണ്ടി നമ്മുടെ നാട്ടിലെ ഞാൻ പല പരിപാടികൾക്കും പോയിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ ഇത്തരത്തിലുള്ളൊരു സൈനികരെ ആദരിക്കുന്നൊരു പരിപാടി ഞാൻ കണ്ടിട്ടില്ല സത്യത്തിൽ. അതിന് ഇവിടെ വേദിയൊരുക്കിയ സ്നേഹാമൃതം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സാരഥികൾക്ക് ഏറ്റവും നല്ല ഭാഷയിൽ ഒരു ആദരവ് ഞാൻ പറയുകയാണ്. തുടർന്നും ഇത്തരം കാര്യങ്ങളിൽ പ്രവർത്തിക്കാനും നല്ല രീതിയിൽ നടപ്പിലാക്കാനും ഇവർക്ക് കഴിയട്ടെ. കൂടാതെ ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് ആശാവർക്കർമാരുടെ കാര്യമാണ്. ആശാവർക്കർമാർക്ക് ഇവിടെ ഒരു ആദരവ് നൽകുന്നതിലൂടെ കേരളത്തിൽ ഇപ്പോൾ കാണുന്ന നമ്മൾ ചില കാര്യങ്ങളൊക്കെ പത്രത്തിലും മറ്റുള്ള, ഞാൻ രാഷ്ട്രീയം പറയല്ല, മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, എല്ലാവർക്കും അറിയാവുന്നതാണ് അതിനെക്കുറിച്ച്. അപ്പോൾ അവരെ ആദരിക്കുന്നതിലൂടെയും വളരെ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളുമായിട്ടാണ് സ്നേഹാമൃതം ചാരിറ്റബിൾ ട്രസ്റ്റ് പോകുന്നതെന്ന് മനസ്സിലായി. പിന്നെ പ്രത്യേകിച്ച് ഞാനിവിടെ നോക്കി കാണുന്ന ഒരു കാര്യം, ഇവിടെ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും അധ്യാപകരും സൈനികരുമല്ലാതെ കൈതപ്രം സാറ്, ഞാൻ അങ്ങനെയല്ലാതെ വേറൊരു ആളുകളെയും കാണുന്നില്ല. അതായത് രാഷ്ട്രീയപരമായിട്ട് യാതൊരു രീതിയിലുള്ള വിധേയത്വവും പ്രകടിപ്പിക്കാതെ ആരെയും പ്രീണിപ്പിക്കാതെ നടത്തുന്നൊരു പരിപാടിക്ക് വലിയൊരു കയ്യടി ആവശ്യമാണ്. ഇത്തരം വേദികളിൽ ഇപ്പോൾ നമ്മൾ കുട്ടികളെ ആദരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നിർധനരായിട്ടുള്ള കുട്ടികൾ അവർക്ക് പഠിക്കേണ്ടതിന് ആവശ്യമായിട്ടുള്ള പുസ്തകങ്ങൾ ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. വളരെ വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്കത് തോന്നുന്നത്. ഇത്തരം സംഭവങ്ങൾ, ഇത്തരം കാര്യങ്ങൾ വളരെ കുറച്ച് മാത്രമാണ് നാട്ടിൽ നടക്കുന്നത്. മറ്റുള്ളവരെല്ലാവരും, രാഷ്ട്രീയക്കാരെല്ലാവരും സ്വന്തം നിലനിൽപ്പിനും മുതലെടുപ്പിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും ഇത്തരം രീതിയിലുള്ള, ഞാനിപ്പോൾ അത് കണ്ടു, നമ്മുടെ സൈനികരുടെ, സാറ് പറഞ്ഞ പോലെ സൈനികരുടെ ആ ഒരു പ്രതിമ, സൈനികർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രതിമ കണ്ടു. വലിയൊരു, ഞാൻ നോക്കുമ്പോൾ വലിയൊരു വില വരുന്നൊരു വളരെ മൂല്യവത്തായിട്ടുള്ളൊരു മെമെൻറ്റോ ആണ് അവർ സ്നേഹാമൃതം ചാരിറ്റബിൾ ട്രസ്റ്റ് ഇവർക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിരിക്കുന്നതെന്ന് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുകയാണ്. എന്നിരുന്നാലും ഇതിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവർക്കും എൻ്റെ ഒരു ആശംസകൾ. കൂടാതെ സ്നേഹാമൃതം ചാരിറ്റബിൾ ട്രസ്റ്റ് വാനോളം ഉയരട്ടെ, കേരളം മുഴുവനും അതിൻ്റെ പ്രവർത്തനം നടപ്പാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. സ്നേഹാമൃതം 2025 ഇന്നിവിടെ ഒരുപാട് ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി കാക്കുന്ന, സ്വന്തം ജീവൻ പണയം വെച്ച് നമ്മുടെ ജീവന് സംരക്ഷണം നൽകുന്ന സൈനികരെ ആദരിക്കുന്ന ചടങ്ങാണ്. ഇപ്പോൾ സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നവരും ഇതിനകം വിരമിച്ചവരുമായ ആളുകളെ നമ്മളിവിടെ ആദരിക്കുന്നു. ആദരിക്കൽ ചടങ്ങിലേക്കായി സൈനികരെ ഓരോരുത്തരെയായി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. രതീഷ് കുമാർ ചോയ്മഠത്തിൽ 9ാം വാർഡ്. രതീഷ് കുമാർ എയർഫോഴ്സ്, റാങ്ക് സർജൻ, 20 വർഷം സേവനമനുഷ്ഠിച്ചു. കഴിഞ്ഞ മാർച്ച് 31 വിരമിച്ചു. രതീഷ് കുമാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ആദരവേറ്റുവാങ്ങുന്നത് ദീപക് പുതിയടത്ത്, 9ാം വാർഡ്. റാങ്ക് ഹവീൽദാർ, 12 വർഷമായി സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നു. ദീപകിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശരത് ലാൽ, 9ാം വാർഡ്, കൗസ്തുഭം ഹൗസ്. റാങ്ക് ഹവീൽദാർ, 18 വർഷമായി സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നു. ശരത് ലാലിന്റെ ഭാര്യയാണ് പൊന്നാട സ്വീകരിക്കുന്നത്. നല്ലൊരു കൈയടി കൊടുക്കാം. ചോയ്മഠത്തിൽ
അഭിജിത്തിന്റെ അമ്മയാണ് പൊന്നാട സ്വീകരിക്കുന്നത്. നല്ലൊരു കൈയ്യടി കൊടുക്കാം. അടുത്തതായി അഭിജിത്ത്, റാങ്ക് 9, 11 വർഷമായി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. അഭിജിത്തിന്റെ അഭാവത്തിൽ ഭാര്യ ശില്പ അഭിജിത്ത്, കൈയ്യടി കൊടുക്കാം. അടുത്തതായി വേദിയിൽ ആദരവ് ഏറ്റുവാങ്ങുന്നത് അധ്യാപകരാണ്. സതി ടീച്ചർ അംഗനവാടി ടീച്ചറാണ്. എടോളി മീത്തൽ സതി ടീച്ചർ വളത്തിൽ താഴെ അംഗനവാടി 25 വർഷമായി സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. സ്നേഹാമൃതം 2025 ഇനി ആദരിക്കുന്നത് നാടിന്റെ സ്പന്ദനമറിയുന്ന ആശാപ്രവർത്തകരെയാണ്. തങ്കമണി ആശാ വർക്കർ, 9ാം വാർഡ്, 18 വർഷമായി സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. പുഷ്പ ആശാ വർക്കർ, 9ാം വാർഡ്, 18 വർഷമായി സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. പുഷ്പയെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2024-25 അധ്യയന വർഷത്തിൽ +1, +2, 10ാം തരം ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങാണ് വേദിയിൽ അടുത്തതായി നടക്കുന്നത്. അമയ നിതീഷ്, സെന്റ് മൈക്കിൾസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, 10ാം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയിരിക്കുന്നു അമയ നിതീഷ്. അടുത്തതായി വേദിയിലെത്തുന്നു കീർത്തന MP, +2 ഉന്നത വിജയം നേടിയ കീർത്തന MP, ഈസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. എല്ലാ തിരുകൾക്കും അപ്പുറം, എല്ലാ വംശങ്ങൾക്കും അപ്പുറം, സ്നേഹാമൃതം സ്നേഹാമൃതം. റദ ഫാത്തിമ, SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, 10ാം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയിരിക്കുന്നു. നമ്മൾ നേരത്തെ ആദരിച്ച ആശാപ്രവർത്തകർക്ക് ക്യാഷ് അവാർഡ് നൽകുന്നു. 5000 രൂപ അടങ്ങുന്ന ക്യാഷ് അവാർഡാണ് ഇവിടെ ആശാപ്രവർത്തകർക്ക് നൽകുന്നത്. തങ്കമണി, 9ാം വാർഡിന്റെ ആശാപ്രവർത്തകയായ തങ്കമണി, 9ാം വാർഡിന്റെ ആശാപ്രവർത്തക പുഷ്പയ്ക്കും 5000 രൂപ അടങ്ങുന്ന ക്യാഷ് അവാർഡ് ലഭിക്കുന്നു. റിദ ഫാത്തിമ, SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, 10ാം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയ റിദ ഫാത്തിമയെ ക്യാഷ് അവാർഡ് സ്വീകരിക്കുന്നതിനായി വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. റിദ ഫാത്തിമയ്ക്ക് ക്യാഷ് അവാർഡ് നൽകുന്നത് സ്നേഹാമൃതം ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ മാനേജറായ ശ്രീ സുനിൽ സാറാണ്. അടുത്തത് അമയ നിതീഷ്, സെന്റ് മൈക്കിൾസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, 10ാം തരത്തിൽ ഉന്നത വിജയം നേടിയ അമയ നിതീഷിന് ക്യാഷ് അവാർഡ് നൽകുന്നത് ജനറൽ മാനേജറായ ശ്രീ സുനിൽ സാറാണ്. അമയ്ക്ക് 2000 രൂപ അടങ്ങുന്ന ക്യാഷ് അവാർഡാണ് ഇവിടെ ലഭിക്കുന്നത്. അടുത്തത് കീർത്തന MP, +2 ഉന്നത വിജയം നേടിയ കീർത്തന ഈസ്റ്റിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നു. കീർത്തനയ്ക്ക് ക്യാഷ് അവാർഡ് നൽകുന്നത് സ്നേഹാമൃതം ചാരിറ്റബിൾ ട്രസ്റ്റ് കോഴിക്കോട് മാനേജറായ ശ്രീ ആദർശ് സാറാണ്. കീർത്തനയ്ക്ക് ഇവിടെ ലഭിക്കുന്നത് 2000 രൂപ അടങ്ങുന്ന ക്യാഷ് അവാർഡാണ്. സ്നേഹാമൃതം 2025 ഇനി വേദിയിൽ കക്കോടിമുക്കിലെ 9ാം വാർഡിലെ തെരഞ്ഞെടുക്കപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യുന്നു. 25 ഭക്ഷ്യവസ്തുക്കൾ അടങ്ങിയ ഭക്ഷ്യക്കിറ്റാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട കുടുംബാംഗങ്ങളുടെ പേരുകൾ അനുസരിച്ച് അവർ വേദിയിലെത്തി ഭക്ഷ്യക്കിറ്റ് സ്വീകരിക്കേണ്ടതാണ്. ശൈലജ, ഗോപാലൻ, മുത്തു, ബാലകൃഷ്ണൻ, വിജയൻ, ഗീത, അജിത, ചന്ദ്രി, കമല, കർണേഷ്, ജമീല, മുസ്തഫ. സേവിക്കാൻ സുഖപ്പെടുത്താൻ സ്നേഹാമൃതം ഓരോ കൈയും
ദയയുടെ കഥയാണ് സ്നേഹാമൃതത്തിന്റെ സ്നേഹാമൃതത്തിന്റെ സ്നേഹം ആനന്ദവും ശുദ്ധവുമായി ഒഴുകുന്നു. സ്നേഹത്തിന്റെ ലോകം, തിളക്കമുള്ള ലോകം, വേദനയിലോ ഭയത്തിലോ ഉള്ള ഓരോ ആത്മാവിനൊപ്പം സ്നേഹാമൃതം, സ്നേഹാമൃതം, സ്നേഹാമൃതം. ഞങ്ങളുടെ കൈകൾ തുറന്നിരിക്കുന്നു, എല്ലാ അതിരുകൾക്കും അപ്പുറം, എല്ലാ വംശങ്ങൾക്കും അപ്പുറം. സ്നേഹാമൃതം, 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 സ്നേഹാമൃതം. ഇരുട്ട് കൈകൾ തുറന്നിരിക്കുന്നു, എല്ലാ അതിരുകൾക്കും അപ്പുറം, എല്ലാ വംശങ്ങൾക്കും അപ്പുറം. സ്നേഹത്തോടെ ഓരോ പുഞ്ചിരിയിലും ഓരോ പ്രവൃത്തിയിലും ഹൃദയങ്ങളുടെ വിശ്വാസം യഥാർത്ഥ ജ്വാല. സ്നേഹാമൃതം, 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 സ്നേഹാമൃതം. നമുക്ക് കൈകൾ മുറുകെ പിടിക്കാം, പുണ്യപ്രകാശത്തിന്റെ ഭാഗമാകാം. സ്നേഹാമൃതം, സ്നേഹാമൃതം, സ്നേഹത്തോടെ ഓരോ പുഞ്ചിരിയിലും ഓരോ പ്രവൃത്തിയിലും ഹൃദയങ്ങളുടെ വിശ്വാസം യഥാർത്ഥ ജ്വാല. സ്നേഹാമൃതം, 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 സ്നേഹാമൃതം. സ്നേഹാമൃതം, 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 സ്നേഹാമൃതം. സ്നേഹാമൃതം ചാരിറ്റബിൾ ട്രസ്റ്റ് വളണ്ടിയർമാരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏതൊരു സംരംഭത്തിന്റെയും വിജയം എന്ന് പറയുന്നത് അതിന്റെ അണിയറ പ്രവർത്തകരാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് അവകാശപ്പെടാവുന്നത് വളണ്ടിയർമാർക്കാണ്. സ്നേഹാമൃതം ചാരിറ്റബിൾ ട്രസ്റ്റ് തുടക്കം മുതൽ ഇന്നിവരെ ഈ വേദി വരെ എത്തി നിൽക്കുന്ന സമയത്ത് നമുക്ക് ആത്മാർത്ഥമായി രാപ്പകൽ അധ്വാനിച്ച കുറച്ച് വളണ്ടിയർമാരുടെയുണ്ട്. അവരെ ആദരിക്കുക എന്നത് ഈ ഒരു വേളയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് തന്നെയാണ്. ഈ ഒരു ചടങ്ങ് നിർവഹിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ മുഖ്യാതിഥി ശ്രീ കൈതപ്രസാദ് മണിലാൽ. ഒരു സ്പർശം എപ്പോഴും കൂടെയുണ്ട്, കാലത്തിന്റെ ശുദ്ധമായ ദയയുടെ ഒരു തീക്കനൽ. സ്നേഹാമൃതം, സ്നേഹത്തോടെ സ്നേഹാമൃതം, സ്നേഹാമൃതം. കൈലാസ് സേവിക്കാൻ, സുഖപ്പെടുത്താൻ, ദുർബലരെ ഉയർത്താൻ. സ്നേഹാമൃതം, സ്നേഹാമൃതം. ഓരോ കൈയും ഓരോ ആത്മാവും ദയയുടെ കഥയാണ്. സ്നേഹാമൃതത്തിന്റെ സ്നേഹം, സ്നേഹാമൃതത്തിന്റെ സ്നേഹം അനന്തവും ശുദ്ധവുമായി ഒഴുകുന്നു. സ്നേഹത്തിന്റെ ലോകം, തിളക്കമുള്ള ലോകം, മുഹമ്മദ്. വേദനയിലോ ഭയത്തിലോ ഉള്ള ഓരോ ആത്മാവിനൊപ്പവും സ്നേഹാമൃതം, സ്നേഹാമൃതം, സ്നേഹാമൃതം. ഞങ്ങളുടെ കൈകൾ വിശാലമായി തുറന്നിരിക്കുന്നു, എല്ലാ അതിരുകൾക്കും അപ്പുറം, എല്ലാ വംശങ്ങൾക്കും അപ്പുറം. സ്നേഹാമൃതം, സ്നേഹാമൃതം, സ്നേഹാമൃതം. സ്നേഹാമൃതം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ തൃശൂർ ജില്ലയിലെ വളണ്ടിയറായ മോഹനേട്ടനെ വേദിയിൽ പൊന്നാടി അണിയിച്ചു പുരസ്കാരം നൽകി ആദരിച്ചു. പ്രത്യാശയുടെ ഒരു ജ്വാല,
ഒരു ജ്വലിക്കുന്ന തീപ്പൊരി ഒരു ജീവാത്മാവിനും വേണ്ടി ഞങ്ങളുടെ 2025. വിശ്വാസം ഒരു ഇനി ഇവിടെ സ്വപ്നം കുട്ടികൾക്കായുള്ള എല്ലാവരോടും പുസ്തക വിതരണമാണ്. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് ഇവിടെ നിന്നും പുസ്തക വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. 1ാം തരം മുതൽ 10ാം തരം വരെ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുട്ടികൾ അവരുടെ പേരനുസരിച്ച് വിളിക്കുന്നതാണ്. കുട്ടികൾ വന്ന് പുസ്തകം ഇവിടെ നിന്ന് വാങ്ങേണ്ടതാണ്. സ്നേഹാമൃതം സ്നേഹത്തോടെ സ്നേഹാമൃതം 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 സ്നേഹത്തോടെ സ്നേഹാമൃതം 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 ഇരുട്ടിൽ ഒരു വെളിച്ചം പ്രത്യാശയുടെ ഒരു ജ്വാല ഒരു ജ്വലിക്കുന്ന തീപ്പൊരി ഒരു ജീവാത്മാവിനും ഞങ്ങൾ ഒരു വിശ്വാസം ഒരു സ്വപ്നം എല്ലാവരോടും സ്നേഹം സ്നേഹാമൃതം 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 സ്നേഹത്തിന്റെ നദി കരുണയോടെ ഒഴുകുന്നു കരുതലോടെ കാരുണ്യത്തിന്റെ ഒരു സ്പർശം എപ്പോഴും കൂടെയുണ്ട് കാലത്തിന്റെ ശുദ്ധമായ ദയയുടെ ഒരു തീക്കനൽ സ്നേഹാമൃതം സ്നേഹത്തോടെ സ്നേഹാമൃതം സ്നേഹാമൃതം സേവിക്കാൻ സുഖപ്പെടുത്താൻ ദുർബലരെ ഉയർത്താൻ സ്നേഹാമൃതം സ്നേഹാമൃതം ആത്മാവും ദയയുടെ കഥയാണ് സ്നേഹാമൃതത്തിന്റെ സ്നേഹാമൃതത്തിന്റെ സ്നേഹം അനന്തവും ശുദ്ധവുമായി ഒഴുകുന്നു സ്നേഹത്തിന്റെ ലോകം തിളക്കമുള്ള ലോകം വേദനയിലോ ഭയത്തിലോ ഉള്ള ഓരോ ആത്മാവിനൊപ്പവും സ്നേഹാമൃതം 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 ഞങ്ങളുടെ കൈകൾ വിശാലമായി തുറന്നിരിക്കുന്നു എല്ലാ അതിരുകൾക്കും അപ്പുറം എല്ലാ വംശങ്ങൾക്കും അപ്പുറം സ്നേഹാമൃതം 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 ഇരുട്ടിൽ ഒരു വെളിച്ചം പ്രത്യാശയുടെ ഒരു ജ്വാല ഒരു ജ്വലിക്കുന്ന തീപ്പൊരി ഒരു ജീവാത്മാവിനും വേണ്ടി ഞങ്ങൾ ഒരു വിശ്വാസം ഒരു സ്വപ്നം എല്ലാവരോടും സ്നേഹം നമുക്ക് കൈകൾ മുറുകെ പിടിച്ച് നടക്കാം ഈ പുണ്യപ്രകാശത്തിന്റെ ഭാഗമാകാം സ്നേഹാമൃതം സ്നേഹാമൃതം സ്നേഹത്തോടെ ഓരോ പുഞ്ചിരിയിലും ഓരോ പ്രവൃത്തിയിലും ഹൃദയങ്ങളുടെ വിശ്വാസം
വിശ്വാസം യഥാർത്ഥമായ ഒരു ജ്വാല സ്നേഹാമൃതം 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 ഇരുട്ടിൽ ഒരു വെളിച്ചം ഒരു ജ്വലിക്കുന്ന തീപ്പൊരി ഒരു ജീവാത്മാവിനും ഒരു വിശ്വാസം ഒരു സ്വപ്നം എല്ലാവർക്കും സ്നേഹം സ്നേഹാമൃതം 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 ഇരുട്ടിലൊരു വെളിച്ചം ഒരു ജ്വലിക്കുന്ന തീപ്പൊരി ഓരോ ജീവാത്മാവിനും ഒരു വിശ്വാസം ഒരു സ്വപ്നം എല്ലാവർക്കും സ്നേഹം സ്നേഹാമൃതം 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 സ്നേഹത്തിന്റെ കടൽ കരുണയോടെ കരുതലോടെ കാരുണ്യത്തിന്റെ സ്പർശം കാലത്തിന്റെ ശുദ്ധമായ ദയയുടെ ഒരു തീക്കനൽ സ്നേഹാമൃതം 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 സേവിക്കാൻ സുഖപ്പെടുത്താൻ സ്നേഹാമൃതം സ്നേഹാമൃതം ഓരോ കൈയും ഓരോ ആത്മാവും ദയയുടെ കഥയാണ് സ്നേഹാമൃതത്തിന്റെ സ്നേഹാമൃതത്തിന്റെ സ്നേഹ ആനന്ദവും ശുദ്ധവുമായൊഴുകുന്നു സ്നേഹത്തിന്റെ ലോകം തിളക്കമുള്ള ലോകം വേദനയിലോ ഭയത്തിലോ ഉള്ള ഓരോ ആത്മാവിനൊപ്പവും സ്നേഹാമൃതം 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 ഞങ്ങളുടെ കൈകൾ തുറന്നിരിക്കുന്നു എല്ലാ അതിരുകൾക്കും അപ്പുറം എല്ലാ വംശങ്ങൾക്കും അപ്പുറം സ്നേഹാമൃതം 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 ഇരുട്ടിലൊരു വെളിച്ചം പ്രത്യാശയുടെ ഒരു ജ്വാല ഓരോ ജീവാത്മാവിനും ഞങ്ങൾ ഒരു വിശ്വാസം ഒരു സ്വപ്നം സ്നേഹാമൃതം 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 കൈകൾ മുറുകെ പിടിക്കാം പുണ്യപ്രകാശത്തിന്റെ ഭാഗമാകാം സ്നേഹാമൃതം സ്നേഹത്തോടെ ഓരോ പുഞ്ചിരിയിലും ഓരോ പ്രവൃത്തിയിലും ഹൃദയങ്ങളുടെ വിശ്വാസം യഥാർത്ഥ ജ്വാല സ്നേഹാമൃതം 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 ഞങ്ങളുടെ കൈകൾ തുറന്നിരിക്കുന്നു എല്ലാ അതിരുകൾക്കും അപ്പുറം എല്ലാ ഒരു വിശ്വാസം ഒരു സ്വപ്നം സ്നേഹാമൃതം 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 ഇരുട്ടിലൊരു വെളിച്ചം പ്രത്യാശയുടെ ഒരു ജ്വാല ഒരു ജ്വലിക്കുന്ന തീപ്പൊരി ഒരു ജീവാത്മാവിലും ഞങ്ങൾ ഒരു വിശ്വാസം ഒരു സ്വപ്നം എല്ലാവരോടും സ്നേഹം സ്നേഹാമൃതം 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 സ്നേഹത്തിന്റെ നദി കരുണയോടെ കാരുണ്യത്തിന്റെ സ്പർശം
ഇതിൻ്റെ വേദിയിലുള്ള ശുദ്ധമായ വിശിഷ്ട വ്യക്തികൾക്കും